ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്നൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പല കളറിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് കളർ പ്ലാസ്റ്റിക് ക്യാരി ബാഗാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് പ്ലെയിൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ പല കളറിലുള്ളതും ആയിട്ടുള്ള ക്യാരി ബാഗ് വളരെ റെയർ ആയിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ലുലുവിൻ്റെ കവർ വെച്ചാണ് നിങ്ങൾക്കിന്ന് ക്രാഫ്റ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിൽ ഇതുപോലെ പ്രിൻ്റ് ഉണ്ടാവും, പിന്നെ സൈഡിൽ ഇതുപോലെ പ്ലെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ താഴെയുള്ള ഈ ജോയിൻറ്റ് പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ മേലെയുള്ള ഈ പോർഷനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതൊന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ മേലെ കാണുന്ന പ്ലെയിൻ വൈറ്റ് ഭാഗം അതുപോലെ തന്നെ ഇതിന് നേരെ താഴെ കാണുന്ന ഈ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് ഈക്വൽ ആക്കി എടുക്കണം. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ എഡ്ജ് ഈക്വൽ ആക്കി എടുക്കാം. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓൾറെഡി 2 സ്റ്റിപ്സാണ് ഉണ്ടായിരുന്നത്. ഇത് വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് 4 സ്ട്രിപ്സ് ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിവിടെ 4 സ്ട്രിപ്സ് ആവശ്യമില്ല, 3 സ്ട്രിപ്സ് മതിയാവും. അപ്പോൾ 3 സ്ട്രിപ്സ് ഞാനിതുപോലെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 3 പീസും ഇതുപോലെ ഒരുമിച്ച് പിടിക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കി മടക്കി കൊണ്ടുവരാം. നമ്മൾ പേപ്പറൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരില്ലേ, ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്ത് മേലെ വരെ കൊണ്ടുവരാം. നമ്മൾ എത്ര ലെങ്ത്തിലാണോ ഈ കവർ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത്ര ലെങ്ത്തിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊണ്ടുവരണം. നമ്മൾ ഒരു എൻഡിൽ നിന്നും ഇതുപോലെ ഫോൾഡ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ അത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നത് വരെ കൈ മാറ്റാൻ പാടില്ല. ഇതുപോലെ മടക്കി മടക്കി മേലെ വരെ എത്തിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് പിടിക്കുക. കണ്ടോ, 2 സൈഡിലും ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലൊന്ന് പിടിച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ കമ്പി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിതൊന്ന് ടൈ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ക്രാഫ്റ്റ് വയർ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു എൻഡ് മറ്റേ കമ്പിയുടെ മേലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റ് വയർ എത്ര ലെങ്ത്തിനാണോ വേണ്ടത് അവിടെ വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് പതുക്കെ ഒന്ന് താഴേക്കൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പിയുടെ എൻഡ് നമ്മുടെ കയ്യിലേക്ക് കുത്തിക്കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 2 സൈഡായിട്ട് ഇപ്പോൾ അത് ഡിവൈഡ് ആയിട്ടുണ്ടാവും നമ്മൾ ചെയ്ത ഫ്ലവർ. ഇനി നമ്മൾ ഒരു സൈഡിൽ 3 ലെയറും അടുത്ത സൈഡിൽ 3 ലെയറായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഓരോ ലെയറും ഇതുപോലെ നമ്മുടെ കൈ വെച്ച് ഓപ്പൺ ആക്കി കൊടുക്കണം. ആദ്യം ഒരു സൈഡിലെ 3 ലെയർ ഓപ്പൺ ചെയ്തെടുക്കാം. ഇനി അടുത്ത സൈഡിലെ അതുപോലെ തന്നെ 3 ലെയർ ഉണ്ടാവും. അത് നമ്മൾ കൈ വെച്ച് പതുക്കെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഫ്ലവേഴ്സാണ്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സ്ട്രാ എവിടെയെങ്കിലും കവർ ഇതുപോലെ ലെങ്തി ആയിട്ട് നിൽക്കണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിസർ വെച്ചതൊന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ചധികം ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാം. ഇവിടെ ഞാൻ ഇതുപോലെ ചെറുതും മീഡിയം സൈസിലുള്ളതും അതുപോലെ വലിയ ടൈപ്പ് ഫ്ലവേഴ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലെ മതിയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വൈറ്റ് കളർ മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ ആക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഈ 4 കളറാണ് ഫ്ലവേഴ്സ് കളർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതേ കളറിലുള്ള ഗ്ലിറ്റർ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. ഏതൊക്കെ കളറാണോ ആക്രിലിക് പെയിൻറ്റ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് അതിന് മാച്ച് ചെയ്യുന്ന ഗ്ലിറ്റർ പൗഡർ ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്ലിറ്റർ പൗഡർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഫ്ലവേഴ്സ് ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഈ കളറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഫ്ലവർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ കുറച്ച് പെയിൻറ്റ് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ കളർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് നേരത്തെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ച 4 കളറിലും ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്തെടുക്കാം. പിങ്ക് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ സ്കൈ ബ്ലൂ, യെല്ലോ, പിന്നെ വയലറ്റ് കളറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 4 കളറിൽ ഇതുപോലെ ഞാൻ ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിതിൻ്റെ മേലെ ഗ്ലിറ്റർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ എങ്ങനെയാണ് ഈ ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യേണ്ട, കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലവർ ഇതുപോലെ ഗ്ലിറ്റർ പൗഡറിൽ പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിങ്ക് കളർ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള 3 കളറും നമുക്ക് ഗ്ലിറ്റർ പൗഡർ ഇട്ടെടുക്കാം. യെല്ലോ ഫ്ലവർ എടുത്തിട്ടുണ്ട്. യെല്ലോ ഫ്ലവറിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ ഇട്ടതിന് ശേഷം ഇതുപോലെ ഗ്ലിറ്റർ പൗഡറിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യെല്ലോ ഫ്ലവറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ രീതിയിൽ ബാക്കിയുള്ള 2 കളറും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ള 4 സെറ്റ് ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 കളറിലുള്ള ഫ്ലവേഴ്സ് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതൊരിക്കലും നമ്മൾ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വെച്ച് ചെയ്തതാണെന്ന് ആരും പറയില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ഒരു ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാളിൽ ഫിക്സ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഞാൻ നമ്മുടെ ഫ്ലവേഴ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ചിട്ട് അതിന് താഴെയുള്ള ക്രാഫ്റ്റ് വയർ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് നമുക്ക് ഒരു സ്റ്റെമ്മിൽ തന്നെ 3-4 ഫ്ലവേഴ്സ് വരുന്ന രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ട് ഫ്ലവർ വേസിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് ക്യാരി ബാഗ് വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ക്യാരി ബാഗ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സായിട്ട് അത് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സിനെ കമൻസിലൂടെ അറിയിക്കുക. ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.